ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് കമൻസിലുള്ള റിപ്ലൈ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് സൺഡേ ആണ്. കൂടാണ്ട് എനിക്ക് വേറെ കുറച്ച് പണികളുണ്ട്. അപ്പോൾ നമുക്ക് എന്നും ഇങ്ങനെ വീടിൻ്റെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. പിന്നെ കുറച്ച് കമൻസിന് എനിക്ക് റിപ്ലൈ കൊടുക്കണം എന്നുണ്ടായിരുന്നു. അത് മോശം കമൻസ് നല്ല കമൻസ് ഒന്നുമല്ല കേട്ടോ. കുറച്ച് ക്ലാരിറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾക്ക് വരുത്താനുണ്ട്. ഞാൻ എപ്പോഴും ഈ ഒരു ഇതോട് കൂടിയിട്ട് ഇക്കാൻ്റെ വിഷയം ഞാനിവിടെ നിർത്തും. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. ആദ്യം ഒരു തമാശയുള്ളൊരു കമൻറ്റ് വായിക്കട്ടോ. തങ്കമണി, അതെന്താ ഇത്രയും വളർന്ന താങ്കൾക്ക് ഒരു തേങ്ങ തൊലിക്കാൻ അറിയില്ലേ? ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇക്കാനെ കൊണ്ട് തേങ്ങ തൊലിപ്പിച്ചു. അത് ശരിക്കും കോണ്ടൻറ്റിന് വെയിറ്റ് ഉണ്ടാക്കിയതല്ല. അതായത് എനിക്ക് അറിയാത്ത കാര്യം ഞാൻ അറിയൂല എന്ന് പറഞ്ഞാൽ എനിക്കൊരു കുറവില്ല. ഞാൻ എല്ലാം അറിയുന്നൊരു വ്യക്തി ആവണമെന്നില്ലല്ലോ, അല്ലേ? നമ്മൾ മനുഷ്യരല്ലേ. നമുക്ക് ചിലപ്പം നിങ്ങൾക്ക് അറിയുന്ന കാര്യം എനിക്കറിയുന്ന കാര്യം നിങ്ങൾക്ക് അറിയില്ല. അത് നമുക്ക് തുറന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതിന് നിങ്ങളൊരു ഹാറ്റ്സ് ഓഫ് തരണ്ടേ. എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞത് വലിയ സംഭവമാക്കി പറഞ്ഞതുമല്ല, എനിക്കറിയാത്ത കാര്യം ആയതുകൊണ്ടാണ്. എനിക്കതിനുള്ള സാഹചര്യം വന്നിട്ടില്ല. ഡ്രൈവിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഡ്രൈവിങ്ങിന് എനിക്കൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എനിക്ക് ഡ്രൈവിങ് അറിയില്ല. പക്ഷേ എനിക്ക് എവിടേക്കെങ്കിലും പോകാനാണെങ്കിൽ എൻ്റെ ബ്രദേഴ്സ് ഉണ്ട്, എൻ്റെ കസിൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്. എല്ലാത്തിനും എനിക്ക് സഹായത്തിന് ആൾക്കാരുള്ളത് കൊണ്ട് എനിക്ക് ആ സിറ്റുവേഷൻ വന്നിട്ടില്ല. സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ ഞാൻ പഠിക്കുമായിരിക്കും. അതേപോലെ തന്നെ ഈ തേങ്ങയുടെ കാര്യം ഞാൻ കല്യാണം കഴിഞ്ഞ പാടെ യു എയിലോട്ട് പോയി. അതിനുള്ള വേറൊരു കമൻറ്റും കൂടി ഇട്ടാൽ നല്ല രസമുണ്ട് ആ യു എയിലോട്ട് പോകുന്ന കഥ. അപ്പോൾ യു എയിലോട്ട് പോയപ്പോൾ അവിടുന്ന് എനിക്ക് തേങ്ങ പൊളിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുമ്പം എനിക്ക് ഇവിടെ ആണെങ്കിൽ സഹായത്തിന് ആൾക്കാരൊക്കെ ഉണ്ട്, തേങ്ങ പൊളിക്കാനൊക്കെ ആൾക്കാരുണ്ട്. അത് വലിയ സംഭവമാക്കി ഞാൻ എടുക്കല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് നിന്നിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? എനിക്കറിയില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയോ? സിമ്പിളായിട്ടുള്ള കുറേ കാര്യങ്ങളില്ലേ. ഇനിയിപ്പോൾ ഇത് എത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണെങ്കിലും എനിക്കറിയില്ല. ഞാനത് പഠിക്കാൻ നോക്കിയിട്ടില്ല. കാരണം എനിക്കതിന് ആവശ്യം വന്നിട്ടില്ല. ഇപ്പം എനിക്ക് എന്താ പറയുക, ആരോ പറഞ്ഞ പോലെ ആരെക്കൊണ്ടെങ്കിലും ചെയ്യിപ്പിച്ചുകൂടെ എന്നുള്ളത്. നമ്മളിവിടെ ഞാൻ ഓരോ വ്ളോഗ്സിലും ഞാൻ കാണിക്കുന്നില്ലേ, നമ്മളിവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണതൊക്കെ. അപ്പം നമ്മളിവിടെ നിന്ന് സെറ്റിലായിട്ടില്ല. സെറ്റിലാവുമ്പോൾ അതൊക്കെ ആൾക്കൊണ്ട് വിളിപ്പിച്ച് ചെയ്യിപ്പിക്കും. ഇപ്പോൾ ഇക്കാക്കും അത് ഓക്കെയാണ് ചെയ്യാൻ. ഇക്കാൻ്റെ കാര്യം ഞാൻ വേറെ പറഞ്ഞുതരാം. ചെയ്യാൻ ഓക്കെയാണ്. അപ്പോൾ ഞാൻ ചെയ്യിപ്പിച്ചു, അത്രേ ഉള്ളൂ. അത് ഇക്ക ഭയങ്കര ബുദ്ധിമുട്ട് ചെയ്യുന്നൊന്നുമല്ല. പിന്നെ എന്താ പറയുക, പറഞ്ഞ പോലെ തന്നെ തേങ്ങ തൊലിക്കൽ അത്ര വലിയ പാടുള്ള പണിയൊന്നുമല്ല. പക്ഷെ എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് കമൻസിന് വേറെ ഷബ്ന എഫ്, ചില കാര്യങ്ങൾ അറിഞ്ഞില്ല എന്ന് വെച്ച് ഒരു കുഴപ്പമില്ല, സത്യമാണ്. പിന്നെ വീണ്ടും അനീഷ ബാനു, ഇതുപോലെ ആരെയും ആശ്രയിക്കേണ്ടി വരും. എന്നും തേങ്ങ പൊളിക്കാൻ കൂടെ ആളുണ്ടാവണമെന്നില്ല. പഠിക്കാൻ പറ്റുന്നെങ്കിൽ അത് ഏത് കാര്യം ചെയ്യാം. റബ്ബേ, ഒരു തേങ്ങ ഞാൻ എന്താ വിചാരിക്കണമെന്ന് അറിയോ? എനിക്ക് തേങ്ങ പൊളിക്കാൻ അറിയില്ല എന്ന് വെച്ചാൽ ഞാൻ പഠിക്കണം എന്നാണെങ്കിൽ പഠിക്കും. അതൊന്നും വലിയ കാര്യമില്ല. ഇനി വേണമെങ്കിൽ ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂർ വെച്ചിട്ട് അത് പൊളിക്കാൻ നോക്കും. അത് ആളുള്ളതുകൊണ്ട് ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഇനി നെക്സ്റ്റ്, തേങ്ങ പൊളിക്കാൻ അറിയില്ല, എനിക്ക് ആരും കിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ആ തേങ്ങ അവിടെ ഒഴിവാക്കും. തേങ്ങ വേണ്ടാന്ന് വെക്കണം. തേങ്ങ അല്ലല്ലോ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇല്ലെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. അതില്ലാണ്ടുള്ള കറികൾ വെക്കും. അതിനല്ല ഇപ്പോൾ തേങ്ങ. അല്ല, തേങ്ങ നമ്മുടെ ജീവശ്വാസം എന്നുള്ള രീതിയിലൊന്നും ഇല്ലല്ലോ, ആണോ? ഇല്ലെങ്കിൽ ഇല്ലയെന്ന് വെക്കും. അങ്ങനെ തേങ്ങ പൊളിക്കേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് പറ്റില്ല. ഞാൻ പഠിക്കൂല എന്നല്ല കേട്ടോ പറയണത്. പെട്ടെന്ന് എനിക്കിപ്പോൾ പഠിക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ തേങ്ങ പൊളിക്കലൊരു കലയായിട്ട് എടുക്കണം. എന്താ ഇപ്പം ഇതിലൊക്കെ എനിക്കറിയൂല. അതിന് എത്രയോ കമൻസാണ് ഇന്നലത്തെ വീഡിയോയിൽ. തേങ്ങ തൊലിക്കാൻ അറിയൂലേ, ഭയങ്കര മോശം, അത് ഇതൊരു വ്ളോഗറായിട്ട് അറിയൂലേ. ഒരു വ്ളോഗർക്ക് തേങ്ങ തൊലിക്കാൻ അറിയണമെന്നുണ്ടോ? എനിക്കറിയില്ല. എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇതിന് വേറൊരു കമൻറ്റും കൂടി ഉണ്ട് കേട്ടോ. ഫെബി സക്കീർ പറഞ്ഞതാണ്, നിങ്ങൾക്കറിയില്ലേ ധാരാളം, ചിരിച്ചുകൊണ്ട് തന്നെ. ഇതെന്ത് കഥ? ഒരാൾ അറിയാത്ത കാര്യം അറിയില്ല എന്നല്ലേ പറയാ? അതെ, എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഒരാളെ കൊണ്ടാക്കി. അത് തേങ്ങ തൊലിക്കലാണോ വലിയൊരു സംഭവം? ഇനി അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നില്ല. അറിയാത്ത കാര്യം പഠിക്കാലോ. എൻ്റെ റബ്ബേ, എനിക്ക് എന്തൊക്കെ ഇവിടെ ചുമതലകളുണ്ടെന്നറിയോ? ഇനി ഞാനൊരു റിയൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക്
അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്കറിയില്ല. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ യൂട്യൂബിൽ ഇരിക്കാനോ അല്ലെങ്കിൽ ഒരു വ്ളോഗ് കാണാനോ ഒരു റീല് കാണാനോ ഒന്നിനും എനിക്ക് സമയമില്ല. ഇൻസ്റ്റഗ്രാമും യൂട്യൂബും നോക്കണം. ഇപ്പോൾ ഈ കമൻറ്റ് ഇട്ടതിൽ എല്ലാവർക്കും സമയം കിട്ടിയിട്ടല്ലേ നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നത്. എനിക്ക് അങ്ങനെ നടക്കാനുള്ള സമയമില്ല. സത്യം പറയുകയാണെങ്കിൽ രാവിലെ എണീറ്റ് മുതൽ രാത്രി കിടക്കാൻ നേരം വരെ 24/7 ഞാൻ ബിസിയാണ്. എനിക്ക് ഒരു ദിവസം തികയാത്തൊരു അവസ്ഥയാണ്. ഉറങ്ങൽ ഞാനൊരു 4 മണിക്കൂർ, ചില ദിവസങ്ങൾ 5-6 മണിക്കൂർ ഉറങ്ങിയിരിക്കും. അതിൽ കൂടുതൽ ഉറങ്ങാൻ എനിക്ക് സമയമില്ല. അതുപോലെ എനിക്ക് നാളെ എനിക്കൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് വിചാരിച്ചാൽ, ഒരു എന്താ പറയുക, ഒരു ഫംഗ്ഷന് പോകണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ എനിക്ക് എൻ്റെ വർക്ക് കൊണ്ട് എനിക്ക് നടക്കില്ല. അത് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് മനസ്സിലാവുള്ളൂ. അതായത് ഞാനൊരു വീട്ടമ്മയാണ്, 3 പെൺകുട്ടികളുടെ അമ്മയാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ വൈഫാണ്. അതായത് ഹസ്ബൻഡ് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇതെല്ലാം ചുറ്റുപാടുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അതൊക്കെ കുറേ ആൾക്കാർക്ക്, പിന്നെ എനിക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയണം താല്പര്യമില്ല. അപ്പം ആളുകളുടെ വിചാരം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ട് വലിയതാക്കുന്നതായിരിക്കും. സത്യം പറയാലോ, ഞാൻ ഇത് നെഗറ്റീവ് കമൻ്റായിട്ടോ പോസിറ്റീവ് കമൻ്റായിട്ടോ ഒന്നുമല്ല പറയുന്നത്. എനിക്ക് പറയാനുള്ളത്, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരാളെയും നിങ്ങൾ എന്നെ അത് ബാധിക്കുന്നേ ഇല്ല കേട്ടോ. പക്ഷേ ഇതുപോലെ ഈ പറഞ്ഞ കമൻ്റ് ഇട്ടവർ അവരുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യില്ലേ, അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾക്കിപ്പം അങ്ങനെ പറയുന്നവർ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പണിയില്ലാണ്ട് പറയുന്നവരാണ്. അവർക്ക് ചിന്തിക്കാനൊന്നുമില്ല, ആളുകൾ എന്തെങ്കിലും പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് പറയുന്നവരാണ്. നമുക്കാണെങ്കിൽ കുറേ കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെൻ്റെ വ്ളോഗ് കണ്ടില്ലേ, മുംബൈയിൽ പോയതൊക്കെ? ഹസ്ബൻഡിന് 12-14 മണിക്കൂറിൻ്റെ ഒരു സർജറിയാണ് കഴിഞ്ഞത് മുംബൈയിൽ. അന്ന് എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു ഓർമ്മ ഉണ്ടല്ലോ. അന്നത്തെ വ്ളോഗ് എടുത്ത് മനസ്സിലാവും. ആ ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് 3 മക്കളെയും കൊണ്ടാണ് പോയിട്ടുള്ളത്. കൂടെ എളാപ്പിയും കസിനും ഉണ്ട്. എന്നാൽ പോലും ഒരു വലിയ സർജറിക്കാണ് പോയത്. വീട്ടുകാർ അറിയില്ല, ഒരു ആശ്രയില്ല, നമ്മൾ അവിടെ നിന്നു. അതൊക്കെ എനിക്ക് കേപ്പബിൾ ആവണമെങ്കിൽ ഒരു തേങ്ങ തൊലിക്കാൻ എനിക്ക് പറ്റും. പക്ഷേ എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടില്ല, അത് പഠിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കാനുള്ളൊരു കോമൺ സെൻസ് ഈ പറഞ്ഞ കുറച്ച് പേർക്കെങ്കിലും വേണം. ഓക്കെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയില്ല. എന്നെ പറഞ്ഞോളൂ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറം കേട്ട് വന്നതാണ്. സോ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാൻ ആലോചിക്കുന്നത്, ഈ പറയുന്നവരുടെ വീട്ടുകാർ, കുറേ ആൾക്കാർ അവർ കാരണം ഇറിറ്റേറ്റ് ആവില്ലേ? അപ്പം ഒരിക്കലും അങ്ങനെ പറയരുത് നിങ്ങൾ. ഓക്കെ, ഇതുപോലെ അസുഖമുള്ള ഹസ്ബൻഡ് വൈഫ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇരിക്കുന്നവർ സന്തോഷിക്കരുതെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അത് ആ ഒരു കമൻറ്റ് ഞാൻ വേറെ പറഞ്ഞുതരാം, അതിനുള്ളത് കേട്ടോ. അപ്പോൾ തേങ്ങ തൊലിക്കലല്ല വലിയൊരു കാര്യം, അതുപോലെ ഡ്രൈവിങ് പഠിക്കലല്ല വലിയൊരു കാര്യം. നമ്മളൊരു ലൈഫിലൊരു പ്രധാനപ്പെട്ട മൊമെൻറ്റ് വരുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുക, അത് വലിയ കാര്യം തന്നെയാണ്. അത് എനിക്ക് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഓക്കെ, ഇപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നില്ലേ, എൻ്റെ ഹസ്ബൻഡ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നില്ലേ, എൻ്റെ മക്കൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നില്ലേ, അത് അഹങ്കാരമായിട്ട് പറയില്ല. ഇത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടോ. ഞാൻ ഇപ്പോഴും ചിരിച്ചുകൊണ്ട് തന്നെ, ഒരു ബുദ്ധിമുട്ടും ഞാൻ നിങ്ങളോട് വീഡിയോയിൽ പറയുന്നില്ലല്ലോ. അത് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിട്ട് ഒരു കാര്യം നീട്ടി വലിച്ച് കൊണ്ടുപോകാറില്ല. അപ്പം ഈ ഒരു തേങ്ങ തൊലിക്കലിന് ഞാനിപ്പോൾ എവിടെ എത്തി എന്നുള്ളത് പറഞ്ഞ് എവിടെയോ എത്തി. പക്ഷേ നമ്മൾ ഈ കമൻ്റ് ഇടുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരിക്കലും മറ്റുള്ളവരുടെ ലൈഫിലോട്ട് വെറുതെ നുഴഞ്ഞ് കയറിയിട്ട് ഇറിറ്റേറ്റ് ചെയ്യരുത്. എന്നെ പറഞ്ഞോളൂ, ഞാൻ യൂട്യൂബറാണ്, ഞാൻ വ്ളോഗറാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പറയുമല്ലോ, നമ്മളെ ലൈഫ് പബ്ലിക് ആക്കിയതുകൊണ്ടല്ലേ. കുഴപ്പമില്ല, എനിക്കത് കുഴപ്പമില്ല. വീണ്ടും പറഞ്ഞോളൂ, ഇനിയും കമൻറ്റ് ഇട്ടോളൂ. അപ്പോഴല്ലേ നമുക്കിതുപോലെ എനിക്ക് കമൻറ്റ്സിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ മറ്റുള്ളവരോട് പറയുമ്പോൾ അതും ഒരു നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന കുറേ ലേഡീസിനോടൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് താങ്ങൂല. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇറിറ്റേറ്റ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ഒരു ചോദ്യം, ഷാജിദ ഖദീജ, ഇവൾക്ക് വേറെ ഒരു പണിയുമില്ലേ? അതായത് ആ ഒരു വ്ളോഗ് ഇട്ടതുകൊണ്ടായിരിക്കാം. ഇല്ല, ഇതാണ് എൻ്റെ ജോലി. ഓക്കെ, അതുപോലെ നിങ്ങളുടെ പണി നമ്മളുടെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക, അതല്ലേ സന്തോഷം. അപ്പോൾ ഇനിയും ഇങ്ങനെ കമൻറ്റ് ഇട്ടോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നിങ്ങൾ ഈ ഗ്രീൻ കിച്ചൺ അടിപൊളിയാണ്, പുറത്ത് മുറ്റം ആ സിങ്കൊക്കെ ഉള്ള ഭാഗം ഒന്ന് കാണിക്കണേ. ഇപ്പം പറ്റില്ല എന്നറിയാം, പണിക്കാരുള്ളതുകൊണ്ട് അവരൊക്കെ പോയിട്ട് മതി. എമിൻ നൂഹ്, സന്തോഷം.
അങ്ങനെ കുറേ കമൻറ്റ്സ് ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാ കമൻറ്റ്സ് എടുത്ത് വായിക്കുന്നില്ല. നമുക്ക് നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. അതായത് കുറേ റിപ്ലൈ കൊടുക്കേണ്ട കമൻറ്റ്സ് ഉണ്ടാവും, നല്ല നല്ല കമൻറ്റ്സ് ഉണ്ടാവും, കേൾക്കുമ്പോൾ തന്നെ സന്തോഷം തോന്നുന്ന കമൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാം വായിക്കണമല്ലോ. ഓക്കെ. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞിട്ട് വീടൊക്കെ വൃത്തിയാക്കി, ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു വ്ളോഗ് ചെയ്യുമ്പോൾ ബിഹൈൻഡ് ദ സീന് എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആദ്യം ഒന്ന് വൃത്തിയാക്കും, എന്നിട്ട് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യലും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ വൃത്തികേടായി കിടക്കുന്നത് പിന്നെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു വിഷമല്ലേ. അപ്പോൾ അതുകൊണ്ട് വീട് എന്താ പറയുക, മുറ്റമൊക്കെ ഒന്ന് റെഡി ആയതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ മുറ്റമൊക്കെ കാണിച്ചു തരാം കേട്ടോ, ഇൻഷാ അല്ലാ. പിന്നെ അൽ നിദാൻ അസീസ് കൊമ്പൻ, ഐഷ പറയുന്നത് കാര്യമാണ്. ഇക്കാൻ്റെ കാര്യത്തിൽ ഞാനൊരു 4 വർഷമായി എനിക്കും മോൾക്കും ടൈപ്പനോയിഡ് ബാറ്റിക് എന്തോ ഒരു അസുഖത്തിൻ്റെ പേരാണ് ആയിട്ട് 4 നേരം ഇൻസുലിൻ എടുക്കണം. ഞാൻ ഒന്നും മനസ്സ് കൊണ്ട് കൊടുക്കാറില്ല. അതായത് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിരുന്നു, എത്ര തന്നെ ടെൻഷൻ ഉണ്ടെങ്കിലും നമ്മൾ ഓവർ തിങ്ക് ചെയ്യരുത്. എല്ലാം അതിൻ്റേതായ രീതിയിൽ നടക്കും, ഇൻഷാ അല്ലാ നടക്കും. നമ്മൾ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളത് എങ്ങനെ ഫേസ് ചെയ്യണമെന്നാണ്, അതിലാണ് ഇരിക്കുന്നത്. ഇപ്പം പെട്ടെന്ന് നമുക്കൊരു സിറ്റുവേഷൻ വന്നു, അത് ചിലപ്പം എൻ്റെ സിറ്റുവേഷൻ എൻ്റെ വ്ളോഗ്സ് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിന് ക്യാൻസറാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ മൈൻഡ് ബ്ലാങ്ക് ആയി പോയിട്ടുള്ളതും ആ സിറ്റുവേഷൻ ഞാൻ മറന്നിട്ടില്ല. ആ സിറ്റുവേഷൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതൊക്കെ ഉൾക്കൊള്ളാൻ മനസ്സിലായത്, മനസ്സ് ശരിയായത്. ആ ഫസ്റ്റത്തെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അത് ഭയങ്കര സ്റ്റേജ് തന്നെ ആയിരുന്നു. അതായത് എനിക്ക് തന്നെ ഞാൻ എന്തോ ഒരു ട്രാവൽ മോഡിലായിരുന്നു. അതായത് ഞാൻ എവിടേക്കോ യാത്ര ചെയ്യുന്ന പോലെയായിരുന്നു. അത്രയും ഒരു ബ്ലാങ്ക്. കാരണം കൊറോണ സമയത്ത് ആരുടെയും സപ്പോർട്ട് കിട്ടൂലല്ലോ, നമുക്ക് നാട്ടിലുള്ളവരതും ഒന്നും സപ്പോർട്ട് കിട്ടൂലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയി. അന്ന് ഒറ്റയ്ക്ക് നിന്ന് പൊരുതിയോണ്ടായിരിക്കാം ആ മെൻ്റലി സ്ട്രോങ് ആയത്. അപ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ നാട്ടിൽ നമുക്ക് ഒരു അസുഖം വരുമ്പോൾ എല്ലാവരും കൂടി ഓടി വരില്ലേ, അപ്പോൾ നമ്മൾ മെൻ്റലി വീക്കാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓരോ അസുഖത്തിൻ്റെ സ്റ്റേജിലും ഞാൻ എല്ലാവരോടും പറയുന്നത്, ഒരു സഹതാപവും നമ്മളോട് കാണിക്കരുത്. മീൻസ് അസുഖമാണ് അങ്ങനെ. ആദ്യമൊക്കെ എല്ലാവരും വന്നിട്ട് കരയുമായിരുന്നു ഇക്കാനെ കാണുമ്പോഴേ. അപ്പോൾ ഞാൻ പറയും ആ കരച്ചിൽ വേണ്ട. അപ്പോൾ നമുക്ക് സങ്കടം വരും, എനിക്കും വരും, ഇക്കാക്കും വരും, എല്ലാവർക്കും വരും, മക്കളൊക്കെ ഇതാവും. അപ്പോൾ അങ്ങനെ വേണ്ട, നമ്മൾ ഫുൾ ലൈഫ് ചിരിച്ചുകൊണ്ട് നടക്കുക. വരുന്നവർ അങ്ങനെ ഒരിക്കലും സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് വരരുത്. എൻ്റെ വീട്ടിൽ നിന്നൊന്നും ഒരാളെ ഞാൻ ഇങ്ങോട്ടേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും. ഇക്കാൻ്റെ വീട്ടിലും കുറേ ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇക്കാനെ ഓരോ സർജറിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ കീമോ എന്ന് പറഞ്ഞിട്ട് ആ സഹതാപ കരച്ചിലുകൊണ്ട് സങ്കടം വരും എല്ലാവർക്കും, പക്ഷെ അതുകൊണ്ട് വരരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളൊരു വോയിസ് എനിക്ക് ഉണ്ടായിരുന്നു അന്ന്, ഇന്നുണ്ട്. കാരണം നമ്മൾ ശരിക്കും ഒരു പേഷ്യൻറ്റിനെ കാണാൻ പോകുമ്പോൾ എപ്പോഴും ആ ഒരു സങ്കട മുഖത്തോട് പോകില്ലേ, ആ കാണുന്ന പേഷ്യൻറ്റിൻ്റെ ഒരു അവസ്ഥകൾ മനസ്സിലാക്കി നോക്കി, ഒന്ന് ആലോചിച്ച് നോക്കി. അതിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ വൈഫാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും മക്കളുടെ ആണെങ്കിലും സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്താ പറയുക, ഒരു അസുഖമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്ന ഒരാളെ ഒരിക്കലും നമ്മൾ ആ സഹതാപക്കണ്ണിൽ കാണരുത്. അവരോട് അസുഖമല്ലാത്ത വേറെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം, അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഓക്കെ ഒന്ന് കണ്ട് ഓക്കെ ഞാൻ കാണാൻ വന്നു ജസ്റ്റ് അത്ര. അല്ലാണ്ട് അല്ലോ എന്തോ ഒരു എന്താ പറയുക, എന്നോടൊക്കെ വന്നിട്ട് കുറേ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇക്കാനെയും എന്നെയും മുമ്പിലെത്തിച്ച് പറഞ്ഞു, 3 പെൺകുട്ടികളാണല്ലോ, പാവാണ്, എന്താ ചെയ്യലേ, ആ പെൺകുട്ടികൾ ആ മക്കളൊരു കാര്യം, പാവാണ്. അങ്ങനത്തെ ഒരു അവസ്ഥ കേൾക്കുമ്പോൾ ഞാനിപ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. കാരണം അൽഹംദുലില്ലാ പടച്ചോൻ അത് നമുക്ക് റെഡിയാക്കി തന്നു. അൽഹംദുലില്ലാ ഇക്കാക്ക് ഇപ്പം അത്രയും വലിയ സർജറി ഒക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴും ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരു എന്താ പറയുക, ഒരു പ്രതീക്ഷ നമുക്ക് തരുന്നുണ്ട് പടച്ചോന്. അപ്പോൾ അങ്ങനെ പ്രതീക്ഷകളില്ലാത്ത ആൾക്കാരുടെ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. അവരോട് ഇങ്ങനെയൊക്കെ മുഖത്തൊക്കെ പറയുമ്പോൾ അവരുടെ മനസ്സിൽ അതുകൊണ്ടാണ് ചിലപ്പോൾ അവർ അറ്റാക്ക് വന്നിട്ട് മരിച്ചു. അങ്ങനെ ചെയ്യരുത്. നമ്മളെപ്പോഴും സന്തോഷത്തോടെ നിൽക്കുക. കൂടെ നിൽക്കുന്നവരെ എങ്ങനെ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം സന്തോഷിപ്പിക്കുക. അതുപോലെ തന്നെ ഒരു അസുഖം വന്നിട്ട് ഇപ്പം എൻ്റെ കേസിൽ കുറേ ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്, ഞാൻ എന്താ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, അവളുടെ ഹസ്ബൻഡിന് ഈ അസുഖമല്ലേ. എനിക്കത് കേൾക്കുമ്പോൾ ഉള്ളൊരു ഇറിറ്റേഷൻ ഉണ്ടല്ലോ. എന്താ ഹസ്ബൻഡിന് അസുഖമുള്ള ഒരാൾക്ക് ഒരു വൈഫിന് ചിരിക്കാൻ പാടില്ലേ? എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കണോ? ഞാനിങ്ങനെ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം. അപ്പോൾ ഇങ്ങനെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവൾ എന്തൊരു ഇതിലാണ് നടക്കുന്നത്, എന്താ എനിക്കങ്ങനെ നടക്കാൻ പാടില്ലേ?
അപ്പോൾ ഞാനിങ്ങനെ സങ്കടപ്പെട്ട് എപ്പോഴും ഇക്കാൻ്റെ മുഖത്ത് നോക്കി സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയായി നടക്കുമോ? അതുപോലെ തന്നെ ഇക്കാക്ക് സന്തോഷമാവോ? അത് നിങ്ങൾ ചിന്തിക്കൂ. അതായത് ആ കിടക്കുന്ന ആൾക്ക് സന്തോഷം എങ്ങനെയാണോ വരുന്നത്, നമ്മൾ ചിരിക്കുമ്പോഴാണ്, മക്കൾ ചിരിക്കുമ്പോഴാണ്, മക്കളുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുമ്പോഴാണ്. അതാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതുപോലെ ചെയ്യുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. അവരൊക്കെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. അല്ല കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യരുത്. ഓക്കെ. അവർക്ക് വേണ്ടതൊരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിൽ നിങ്ങൾ മിണ്ടാണ്ടിരിക്കുക. ഒന്നും പറയാൻ പറ്റില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. അവരെ ശല്യപ്പെടുത്താണ്ടിരിക്കുക. അവരവരെ പാട് നോക്കി പോട്ടെ. ഓക്കെ. അപ്പോൾ കുറച്ചൊക്കെ അവർക്ക് വേണ്ടി സംസാരിക്കണം എന്നുണ്ട്. കാരണം ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുറേ ആൾക്കാർ എനിക്കും പേഴ്സണലി മെസ്സേജ് ആക്കിയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ ഫാമിലി നല്ല സപ്പോർട്ടുണ്ട്, പക്ഷേ ഞങ്ങളുടെ ഫാമിലിയൊന്നും ആ സപ്പോർട്ടില്ല, എപ്പോഴും കുറ്റപ്പെടുത്തലേ ഉള്ളൂ, എല്ലാവരും വന്നിട്ട് അത് ഇതെന്നൊക്കെ പറയല്ലോ, അവൾക്ക് അങ്ങനെ വേണം, ഇവൾക്ക് ഇങ്ങനെ വേണം എന്നേ പറയാറുള്ളൂ. എന്തിനാ വെറുതെ? പടച്ചോൻ വിചാരിച്ചാൽ ആ അസുഖം നിങ്ങൾക്ക് തരാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരാളുടെ മനസ്സിന്ന് വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. ഞാൻ വീണ്ടും പറയാണ്, എന്നെ അത് ബാധിക്കുന്നേ ഇല്ല. കാരണം ഇതിൻ്റെ അപ്പുറം പെരുന്നാൾ കണ്ടിട്ട് വന്നതെന്ന് പറയില്ല, ഒരു ഡയലോഗ് ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്കതൊന്നും എന്നെ തളർത്താൻ പറ്റില്ല. ഓക്കെ. പക്ഷേ അങ്ങനെ തളർന്നു പോണ കുറേ ലേഡീസ് ഉണ്ട്. അവരെ തളർത്താണ്ടിരിക്കുക. ഓക്കെ. ഒന്ന് പൊസിഷൻ മാറ്റി, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് അഥവാ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാൻ തോന്നിയെങ്കിലോ ഒരേ സീനിൽ തന്നെ സംസാരിക്കണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പോൾ സൗദ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ്, അവരുടെ കമൻറ്റ്, എന്തേലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഹാപ്പിയായി നിൽക്കാൻ ആഗ്രഹമാണ്, പക്ഷെ പറ്റൂല. അത് ഭയങ്കര നല്ലൊരു മനസ്സാണ്. അതായത് ടെൻഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് അത് എല്ലാവർക്കും പറ്റണം എന്നില്ല കേട്ടോ. ഞാൻ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ടെൻഷൻ കേട്ടിട്ടുണ്ടെങ്കിൽ അവരണ്ട് ബോധം കെട്ട് വീണ് ആകെ തളർന്ന് കരച്ചിലും പിഴിച്ചിലും. എന്തിനാണ്? നമ്മളൊരു പെട്ടെന്നൊരു മൊമെൻറ്റ് വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കുക. സങ്കടം വരും, എല്ലാവർക്കും സങ്കടം വേണ്ട. നിങ്ങളൊക്കെ വിചാരിക്കണം എനിക്ക് സങ്കടം ഇല്ലയെന്നാ? ഞാനൊക്കെ എത്രയോ ഇക്കാൻ്റെ അസുഖം തൊട്ട് ആ സ്റ്റാർട്ടിങ് മുതൽ ഇന്ന് വരെ എത്ര പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ പബ്ലിക്കായിട്ട് കരയൊന്നുമില്ല, എനിക്കത് ഇഷ്ടമല്ല. പക്ഷെ സങ്കടം ഇല്ലാണ്ടിരിക്കുമോ? സങ്കടമുണ്ട്. പക്ഷെ അൽഹംദുലില്ലാ ഒരുപാട് ചേഞ്ചസ് ഇക്കാക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് ഇക്കാക്ക് ഇനി അങ്ങനെ വരൂല എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ പടച്ചോൻ്റെ അടുത്താണ് കിടക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ പിന്നെ ഒരുപാട് നമ്മുടെ വ്യൂവേഴ്സിൻ്റെ പ്രാർത്ഥനകളുണ്ട്, എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ട്. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട്, തീർച്ചയായിട്ടും എനിക്ക് പ്രതീക്ഷയുണ്ട് ഇക്കാക്ക് ഇനി അങ്ങനെ ഒരു അസുഖം വരൂല എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ ആവട്ടെ. ഒരു സ്കാൻ ഉണ്ട്, അതുകൊണ്ട് എനിക്കൊരു ഇങ്ങനെ ഓപ്പണായിട്ട് പറയുമ്പോൾ ഒരു പേടിയുണ്ട്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കാന് വരുന്നുണ്ട്, അത് ഒരു 3 വീക്സ് കഴിഞ്ഞിട്ടാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഇങ്ങനെ ഉറപ്പിച്ച് പറയുമ്പോൾ ഒരു ടെൻഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വല്ലാണ്ട് ഉറപ്പിച്ച് പറഞ്ഞില്ല. ഇക്കാൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത് എന്താ പറയുക, ഒരു മിനിറ്റ്, ആരോ വന്നിട്ട് ഇക്കാക്ക വന്നതാട്ടോ. എൻ്റെ ഇക്കാക്ക സർപ്രൈസ് ആയിട്ട് വന്നതാണ്. ഈ ഉച്ച സമയത്തൊക്കെ വരുമ്പം തീർച്ചയായിട്ടും ഞാൻ ബിസി ആയിരിക്കും. ഞാൻ ഫ്രീ ആവുന്നത് ഏകദേശം ഒരു 4 മണി 5 മണി ആ സമയത്താണ്. അതുവരേക്കും ഓരോ തിരക്കുകളായിരിക്കും. ഓക്കെ. അപ്പം ഇക്കാക്ക് ഒരു സ്കാൻ ഉണ്ട് ഇൻഷാ അല്ലാഹ്. എന്തായാലും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നും ഉണ്ടാവില്ല എന്നൊരു പ്രതീക്ഷയുണ്ട്. പക്ഷെ എനിക്ക് കൂടുതലായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ടെൻഷനാണ്. അപ്പം കാണുന്ന അവർ വിചാരിക്കും ഒന്നും പറയുന്നില്ല. ഓക്കെ. അപ്പോൾ ഇവർ പറഞ്ഞത് എനിക്ക് ഭയങ്കര ബേജാറാണ്, അത് നല്ലതല്ല, അതുകൊണ്ട് ടെൻഷൻ അടിച്ച് തലക്ക് ഭാരം കൂടും, എന്ത് ചെയ്യാൻ ഹാപ്പി ആവണം, എന്നാലേ ജീവിതം പോസിറ്റീവ് ആകും. അത് സൗദ എന്ന് പറഞ്ഞിട്ടുള്ളത് ശരിയാണ്. അവർക്ക് എപ്പോഴും ടെൻഷനാണ്, എന്തെങ്കിലും കേൾക്കുമ്പോൾ ടെൻഷനാണ്. ആ ടെൻഷന് എന്താ പറയുക, എനിക്ക് അൽഹംദുലില്ലാഹ് ഞാനിപ്പം ആരുടെയെങ്കിലും എന്തെങ്കിലും കേസ് ഇങ്ങനെ പറയുമ്പോഴേ എനിക്ക് സങ്കടം ഉണ്ടാവും. പക്ഷെ ഞാനതിങ്ങനെ എനിക്ക് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ കുറച്ചൊക്കെ ഞാൻ പഠിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റയ്ക്ക് നിന്നിട്ട് പൊരുതി ഇതുവരെ എത്തിയത് കൊണ്ട് തന്നെ ആ സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആർക്കും അങ്ങനെയൊന്നും അസുഖങ്ങളൊന്നും വെത്താണ്ടിരിക്കട്ടെ. ആമീൻ. പിന്നെ ഫോക്സ് GMR, ഹലോ ആഷ്, വീടിൻ്റെ പുറത്ത് കാണിക്കുമ്പോൾ ബ്ലറാക്കുന്നത് കൊണ്ടാണോ ക്ലാരിറ്റി കുറവ്? നല്ല താല്പര്യമുണ്ട് പുറത്തെ കാഴ്ചകൾ കളർഫുള്ളായിട്ട് കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി കാഴ്ചയാണ് പുറത്ത് എന്ന് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ശരിക്കും അത് ഞങ്ങളിലേക്ക് എത്തിക്കൂ. ഇൻഷാ അല്ലാഹ് ഞാൻ പണികളൊക്കെ കഴിഞ്ഞിട്ട് എത്തിക്കാം കേട്ടോ.
എന്താ പറയുക, നമ്മൾ ഈ തിരക്കിനിടയിൽ കാണിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ടാണ് കുറച്ചൊക്കെ ബ്ലറാക്കുന്നത്. പിന്നെ താഹിറ റഹ്മത്ത്, ഇത്താക്ക് പ്രവാസ ലൈഫാണോ മിസ് ചെയ്യുന്നുണ്ടോ, ഗൾഫിലേക്ക് പോകാൻ തോന്നുന്നുണ്ടോയെന്ന്. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ മക്കളും ഹസ്ബൻഡും എവിടെയാണോ അവിടെ നിൽക്കാനാണ് താല്പര്യം. ഇപ്പം നാട്ടിലാണെങ്കിൽ നാട്ടിൽ, ഞങ്ങളെല്ലാവരും നാട്ടിലുണ്ടല്ലോ. ഇക്കപ്പം UAE-യിലായിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് പോകാനായിരിക്കും താല്പര്യം. ഞങ്ങളിവിടെ ആയപ്പോൾ ഞങ്ങളിവിടെ സെറ്റിലായി, അൽഹംദുലില്ലാ ഹാപ്പിയാണ്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഗൾഫിൽ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല. എല്ലായിടത്തും ഒരേപോലെ തന്നെയാണ്. ഹസ്ബൻഡും മക്കളൊക്കെ എവിടെയാണോ അവിടെ നിൽക്കാനാണ് ഇഷ്ടം. പിന്നെ ഐഷ സൂപ്പർ തിങ്കിങ് അൽഹംദുലില്ലാ. ഐഷ സലീം, ഓക്കെ, സന്തോഷം അൽഹംദുലില്ലാ. പിന്നെ അബ്ദുൽ ഖാദർ, ഹസ്സിന് ആവശ്യം ബുദ്ധിയുണ്ട്, നിങ്ങൾ വളരെ ഓവർ സ്മാർട്ടാണ്. എൻ്റെ റബ്ബേ, ആ തേങ്ങ പൊളിക്കാൻ പറഞ്ഞതിനാണ് കേട്ടോ ഓവർ സ്മാർട്ട് എന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും നമ്മൾ കമൻസിന് റിപ്ലൈ കൊടുക്കണ്ടല്ലോ. അതായത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ലേഡി കുറച്ച് കാര്യം സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ സ്മാർട്ടാണ്. എന്നാൽ അവർ ഒന്നും മിണ്ടാണ്ടിരുന്നുണ്ടെങ്കിൽ ഭയങ്കര സൈലൻ്റാണ്. ഒരു മിഡിലിൽ ഞാൻ ശരിക്കും ഒരു മിഡിലിൽ നിൽക്കുന്ന കുട്ടിയാണ്. അങ്ങനെ ഓവറായിട്ട് സംസാരിക്കാറില്ല, കാര്യത്തിന് മാത്രം സംസാരിക്കാറുള്ളൂ. എന്നാൽ പറ്റ സൈലൻ്റായിട്ട് നിൽക്കാറില്ല, ഒരു ആവറേജിൽ ഇങ്ങനെ പോകുന്നതാണ്. അത് ഐഷാസ് കിച്ചൺ എന്ന യൂട്യൂബ് ചാനലാണെങ്കിലും മുകളിലോട്ട് കുതിച്ച് കയറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, താഴേക്ക് പോകാനും ആഗ്രഹിക്കുന്നില്ല, ഒരു ആവറേജ് ഒരു ഇതിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2007 നമ്മുടെ ചാനലുള്ളത്. അത് ഇക്കാൻ്റെ പേരിലായിരുന്നു. ഞാൻ വീണ്ടും പറയുവാണ്, 2013-14 ബ്ലോഗാണ്. 2017 നമ്മൾ ഐഷാസ് കിച്ചനാക്കി മാറ്റിയത്. അന്ന് തൊട്ട് ഇന്ന് വരേക്കും ഒരു ആവറേജ് ലൈൻ തന്നെയാണ് പോയിട്ടുള്ളത്. താഴേക്കും പോയിട്ടില്ല, മുകളിലോട്ടും പോയിട്ടില്ല. മുകളിലോട്ട് ഇടയ്ക്കൊന്ന് പോവും, പക്ഷേ ആ ഒരു ആവറേജിൽ, മീൻസ് ആ ഒരു മിഡിൽ ലൈൻ പിടിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. ഓക്കെ, എനിക്കങ്ങനെ വല്ലാണ്ട് കയറണം എന്നില്ല, എന്നാൽ താന്നു പോകാനും താല്പര്യമില്ല. അതുപോലെ തന്നെയാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. അതായത് വല്ലാണ്ട് ഓവറായിട്ട് സംസാരിക്കേണ്ട കുട്ടിയാവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, എന്നാൽ പറ്റ താഴേക്ക് പോകാനും താല്പര്യമില്ല, ഒരു മിഡിലിൽ നിൽക്കാനാണ് താല്പര്യം. ഓക്കെ, ഒരു തേങ്ങ പൊളിക്കാൻ അറിയാത്ത ബ്ലോഗർ മനു ഷാഹിദ. ഓക്കെ, ഈ വ്ളോഗർക്ക് തേങ്ങ പൊളിക്കാൻ അറിയില്ല, പക്ഷേ ലൈഫ് കുറേ കണ്ട എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, അത്ര പോരെ ഞാൻ ഈ ഒരു കമൻറ്റിന് റിപ്ലൈ. അപ്പോൾ ഷബിന എഫ് പറയുന്നുണ്ട്, അതിനിപ്പോൾ എന്താ, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാകണം എന്ന നിർബന്ധം ഒന്നുമില്ലല്ലോ എന്ന്. ശരിയാണ്, എല്ലാവർക്കും എല്ലാതും അറിയണമെന്നില്ല. ഞാൻ അറിയൂല എന്ന് പറഞ്ഞത് വലിയ ക്രെഡിറ്റ് ആയിട്ട് എടുക്കുന്നുമില്ല. എനിക്ക് അറിയാത്ത കാര്യം ആയതുകൊണ്ടാണ് അറിയില്ല എന്ന് പറഞ്ഞത്, അത്രയേ ഉള്ളൂ. പിന്നെ വലിയൊരു മെസ്സേജ് ഉണ്ട്, ഹെൻസ അഫ്സു. അതേ ഡിയർ, എൻ്റെ ഹസ്സിനും കുറച്ച് രോഗങ്ങളുണ്ട്, ഞാനും ഇതുപോലെ തന്നെ ആണ് ചിന്തിക്കുന്നത്. ബട്ട് ചുറ്റുമുള്ളവർ നമ്മളെ വെറുതെ വിടില്ല. എൻ്റെ ഹസ്ബൻഡിന് കിഡ്നി രോഗം വന്നിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, സ്ട്രോക്ക് വന്നിട്ടുണ്ട്, തലയും ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. എന്നാലും അൽഹംദുലില്ലാ മാഷാ അല്ലാ, റബ്ബ് നന്നായി തന്നെ ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. എനിക്ക് സാഡ് ആകാൻ ഇഷ്ടമില്ല. ഇപ്പോഴും ഗൾഫിലാണ്. മരുന്നുകൾ ഞാൻ അയച്ചു കൊടുക്കും. 10 മാസമാവുമ്പോൾ നാട്ടിൽ വരും. അൽഹംദുലില്ലാ, വലിയ കുഴപ്പമില്ലാതെ ജോലിയാണ്. എന്നാലും എല്ലാവർക്കും അദ്ദേഹത്തെ നാട്ടിൽ വെറുതെ ഇരുത്തണം, രോഗിയല്ലേ എന്ന ചോദ്യങ്ങൾ. ഇക്കാക്കിപ്പം വേണമെങ്കിലും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ടി വരാം എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പടച്ചവനിൽ തവക്കൽ ആക്കുക, അത്രയേ വേണ്ടൂ. ബാക്കിയെല്ലാം അല്ലാ ശരിയാക്കും. വീഡിയോസ് കാണുമ്പോഴെല്ലാം എന്നെയും ഇക്കായെയും പോലെ തോന്നാറുണ്ട്. എനിക്ക് 2 പെൺകുട്ടികളാണ്. റീനുൻ്റെയും റൂഹിൻ്റെയും ഏജ് ഡിഫറൻസ് ഉണ്ട്. ശരിക്കും 4 പെൺമക്കൾ ഉണ്ടായിരുന്നു, 2 പേർ ഇപ്പോൾ ഇല്ല. മക്കളുടെ നല്ല ഭാവി ജീവിതം കണ്ട് സന്തോഷിക്കാൻ ഉള്ള ആയുസ്സും ആരോഗ്യവും അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഇവരുടെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് അവരായി അവരുടെ പാടായി കുത്തി നോവിക്കരുത്. ഇതുപോലെ അസുഖമുള്ളവരുടെ ആ ഒരു വൈഫ് എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും നാട്ടിൽ നിൽക്കുന്നത്, ആ ഒരു ഹസ്ബൻഡ് എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും അവിടെ ഗൾഫിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരെ എന്താ പറയുക, സഹായിച്ചില്ലെങ്കിലും വെറുതെ പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തരുത് പ്ലീസ്.
ഇതുകൊണ്ടാണ് ഞാൻ ചില കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുന്നത്. എന്നെ ഇതൊന്നും ബാധിക്കില്ല, എന്നെ എന്തും നിങ്ങൾക്ക് പറയാം, കാരണം ഞാൻ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്, ഞാൻ വീഡിയോസ് ഇട്ടിട്ട് തന്നെ നിങ്ങൾ അറിയുന്നത്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത കുറേ സ്ത്രീകളുണ്ട്, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഒരാളെ പറയുമ്പം ശരിക്കും എന്തുകൊണ്ട് നിങ്ങൾക്ക് മിണ്ടാണ്ടിരുന്നൂടാ ആളുകൾക്ക്? എനിക്ക് ഇതൊക്കെ ഇതിനൊക്കെ ശരിക്കും നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുക എനിക്കറിയില്ല. അവരുടെ അവസ്ഥയൊക്കെ കേൾക്കുമ്പോൾ അവരെത്ര സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും വിട്ടു നിൽക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ, മറ്റുള്ളവരെ വെറുതെ ദ്രോഹിക്കാണ്ടിരിക്കുക. കാരണം ആർക്കും ഈ ഒരു സിറ്റുവേഷൻ വരാം. ഇപ്പം ഇത്രയും സിറ്റുവേഷനിൽ നിൽക്കുന്ന ആളെ വെറുതെ സങ്കടപ്പെടുത്താൻ നോക്കുമ്പോൾ ആ സിറ്റുവേഷൻ ആ സങ്കടപ്പെടുത്തുന്നവർക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. കാരണം അവർക്ക് ആ സിറ്റുവേഷൻ വരുമ്പോഴേ അവർക്ക് മനസ്സിലാവുള്ളൂ എത്രത്തോളം സഹിക്കുന്നുണ്ടാവും ആ ഒരു ലേഡി, ആ ഒരു ഹസ്ബൻഡ് എന്നൊക്കെ. അപ്പം അതുകൊണ്ട് മറ്റുള്ളവരുടെ ആ ഒരു ശാപം വാങ്ങിക്കാണ്ടിരിക്കുക. ഇക്കാൻ്റെ പ്രഷർ കൂടാതെ ഇരിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ് ക്യാമറ ഓൺ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രഷർ കൂട്ടില്ലല്ലോ. അബു റാബിയ. ശരിയാണ്. ഇക്ക ഇപ്പം സത്യം പറയുകയാണെങ്കിൽ ഞാനും ഇക്കയും കൂടി ഇതിൽ വേറൊരു മെസ്സേജും കൂടി ഉണ്ട്. ഇക്കക്ക് റൊമാൻറ്റിക് ആവാൻ അറിയില്ല അങ്ങനെയൊക്കെ. ഈ വീഡിയോയിൽ കാണുന്ന ആളേ അല്ല കേട്ടോ ഇക്കാൻ്റെ ഫാമിലി ഉള്ളവർക്കറിയാം. ആൾ ഭയങ്കര കോമഡിയാണ്, ഭയങ്കര സംസാരത്തിൻ്റെ ആളാണ്. പക്ഷേ വീഡിയോയിൽ ക്യാമറ ഓൺ ആക്കിയാൽ മിണ്ടൂല, ആ ഒരു സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ ഭയങ്കരമാണ്. ഞാനാണ് ഇവിടെ സൈലൻറ്റ്. ഇക്ക ഭയങ്കര സംസാരത്തിൻ്റെ ആളാണ് വീട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ. ഓക്കെ. പിന്നെ നമ്മൾ വീട്ടിലാണെങ്കിലും ഫുള്ള് നമ്മളൊരു ജോളി മോഡിൽ തന്നെയാണ് പോകുന്നത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, കണ്ണ് വെക്കേണ്ട ആരും. അപ്പോൾ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ തമാശ പറയും, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലപിലാക്കും. ചിലപ്പോൾ ഞാനും ഇക്കും തെറ്റാണ്ട് നിൽക്കാറൊന്നുമില്ല. ഞങ്ങൾ നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയൊക്കെ കൂടും. പക്ഷെ അടിപിടി കൂടുമ്പോഴും അത് ഒരു ദിവസത്തിന് കൂടുതൽ നിൽക്കില്ല, കുറച്ച് മണിക്കൂറുകൾ മാത്രമേ. ഞാൻ പോയി സോറി പറയും. ഇക്ക എന്നോട് സോറി പറയാറൊന്നുമില്ല. ഇക്ക ആ ഒരു സ്ട്രോങ്ങിൽ തന്നെ നിൽക്കും. ഞാനാ സോറി പറയാറ്, ഞാൻ എപ്പോഴും താന്നു കൊടുക്കാറ്. കാരണം എനിക്ക് അങ്ങനെ വല്ലാണ്ട് തെറ്റി നടക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഇക്കാക്കും വല്ലാണ്ട് തെറ്റി നടക്കാൻ അറിയില്ല. പക്ഷേ ഞാനാ ഫസ്റ്റ് സോറി പറയാറ് എപ്പോഴും. ചില സമയത്ത് ഇക്ക പറയും കേട്ടോ. ചില സിറ്റുവേഷൻസ് ഭയങ്കര വേഴ്സ് ആകുമ്പം ഇക്ക അങ്ങോട്ട് പറയും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ എന്താ പറയുക, ഭയങ്കര റീൽസിലൊക്കെ കാണുന്ന പോലെ തന്നെ ഉള്ള അങ്ങനെ ഷോ കാണിക്കാൻ ഞങ്ങൾ നിൽക്കാറില്ല. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, ഏതെങ്കിലും വീഡിയോസിൽ കണ്ടിട്ടുണ്ടോ ഞാൻ ഇക്കും കൂടി ഭയങ്കര റൊമാൻറ്റിക് മോഡിൽ നടക്കുന്നില്ലല്ലോ? പക്ഷെ നമ്മൾ റൊമാൻറ്റിക് അല്ല എന്നൊന്നുമില്ല. നമുക്ക് ആൾക്കാരെ കാണിച്ചിട്ടുള്ള റൊമാൻറ്റിക് മോഡിൽ നടക്കണം എന്നൊന്നും താല്പര്യമില്ല. ഞാനൊരു റീലുണ്ടല്ലോ, ഒരു പാട്ടിൻ്റെ റീല് കുറേ ഇക്കാൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വിചാരിച്ചിരുന്നു ഒരു പാട്ടിൻ്റെ റീല്. ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വിചാരിച്ചിരുന്നു, കഴിഞ്ഞ ബർത്ത്ഡേക്ക് വിചാരിച്ചിരുന്നു ഒരു പാട്ടിട്ടിട്ട് അതിൽ റീല് ചെയ്യാൻ വേണ്ടിയിട്ട്. എത്ര കാല് പിടിച്ചെന്നറിയോ? അങ്ങനെ ഇപ്പോൾ ഷോ കാണിക്കാൻ പറ്റില്ല എന്ന്. എനിക്ക കാണാണ്ട് എടുക്കേണ്ടി വരും അങ്ങനത്തെ ഒക്കെ വീഡിയോസ്. അപ്പോൾ എന്താ അങ്ങനെ ഓക്കെ. അപ്പോൾ ആൾ ഈ വീഡിയോയിൽ കാണുന്ന ആളേ അല്ല. ക്യാമറ ഓൺ ആക്കിയാൽ ഭയങ്കര ആ സ്ട്രോങ്ങിൽ നിൽക്കുള്ളൂ. പിന്നെ സാബിത സയ്യിദ്, തേങ്ങ ഒന്ന് പൊളിക്കാൻ ട്രൈ ചെയ്യൂ, എന്നാലല്ലേ പഠിക്കൂ. അറിയില്ല എന്ന് പറഞ്ഞാൽ പഠിക്കില്ലല്ലോ ഐഷ. ഇക്കാനെ കൊണ്ട് പൊളിപ്പിക്കുമ്പോൾ ഒരു വിഷമം പോലെ. കീമോ ഒക്കെ കഴിഞ്ഞതല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത്. പാവമല്ലേ, നെഗറ്റീവ് പറയല്ല കേട്ടോ. ശരിയാണ്, നെഗറ്റീവ് പറയില്ല. ഇക്കാൻ്റെ കീമോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇക്കാണ്ട് കുറേ പറഞ്ഞു, നിങ്ങളൊന്ന് വിശദമാക്കി പറഞ്ഞു കൊടുക്കുകയെന്ന്. അതായത് ഇക്കാക്ക് ആ ഒരു 11 മാസത്തെ ഒരു കീമോ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ സർജറി കഴിഞ്ഞിട്ട് വീണ്ടും കീമോ ഉണ്ടായിരുന്നു. ആ ഒരു കീമോ ഒക്കെ ഭയങ്കര പ്രശ്നമുള്ള കീമോസാണ്. അത് ഛർദ്ദിക്കാൻ വരില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് വെച്ച് നോക്കുമ്പം ഇപ്പോൾ ഉള്ളത് മെയിൻ്റനൻസ് കീമോ ആണ്. അതായത് ഇനി വരാണ്ടിരിക്കുകയാണ്. അത് അത്ര സ്ട്രോങ് അല്ല. അതായത് നമുക്ക് ആ കീമോ എടുത്തിട്ട് ഇക്കൊക്കെ നെക്സ്റ്റ് തൊട്ടിട്ട് കുറച്ച് വിഷമങ്ങളുണ്ടാവും. അതായത് വയറിന് അസ്വസ്ഥതകൾ, പുറത്തത്തെ ഫുഡ് കഴിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ എന്താ പറയുക, വെയിൽ കൊള്ളാൻ പറ്റില്ല, വെയിൽ കൊള്ളുമ്പോൾ പിമ്പിൾസ് വരും, അങ്ങനെയൊക്കെ ഉള്ളത്. അല്ലാണ്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് എണീറ്റ് നടക്കാൻ പറ്റാത്ത, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആ കീമോ ഇക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറേ മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതാണ്. ഇപ്പോൾ ഉള്ളത് ആ കീമോ അല്ല കേട്ടോ. അത് കുറേ ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇപ്പോഴത്തത് മെയിൻ്റനൻസ് കീമോ ആണ്. അത് വെച്ച് നോക്കുമ്പോൾ സ്ട്രോങ് അല്ല. ഓക്കെ. പിന്നെ ഇക്കാൻ്റെ ഇപ്പോൾ എത്രാമത്തെ കീമോ ആണ്? 50 അകത്ത് ഉള്ള കീമോ ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത്രയും 38
എന്തായാലും 15ൻ്റെ ഉള്ളിൽ 40ൻ്റെയും 15ൻ്റെയും ഇടയ്ക്കുള്ള കീമോസ് നമ്പേഴ്സ് എനിക്ക് കറക്റ്റ് അറിയില്ല ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ഇതൊരു എന്താ പറയുക, നമുക്കല്ല, അങ്ങനെ ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ പറയും അത് ഭയങ്കര നിസ്സാരമാക്കി കളഞ്ഞെന്നുള്ളത്. അതായത് നമ്മൾ അത്രയും യൂസ്ഡ് ആയില്ലേ, അത്രയും ആ ഒരു കീമോ ചെയ്ത് എനിക്കും ഇക്കാനെ കണ്ടിട്ട് ശീലമായി, ഇക്കാക്കത് ചെയ്തിട്ടും ശീലമായി. അപ്പോൾ നമ്മുടെ ശരീരമാണെങ്കിലും നമ്മൾ മാനസികമാണെങ്കിലും അതിനോട് അഡ്ജസ്റ്റ് ആക്കി. ഇപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഇഷ്യൂസും ഇല്ല. എനിക്കാണെങ്കിൽ ആ ഒരു വിഷമം തോന്നാറില്ല, ഇക്കാക്കാണെങ്കിൽ അതിൻ്റെ ഒരു ഇതും തോന്നാറില്ല. പക്ഷെ അത് സിമ്പിളാക്കി കളയല്ല കേട്ടോ. അതായത് എനിക്ക് പുറത്തുനിന്ന് ഒരാൾ ഇക്ക അങ്ങനെ പേഷ്യൻ്റാന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ടെൻഷനാണ്. എനിക്കങ്ങനെ തോന്നാറില്ല, കാരണം ഇക്കാക്ക് എല്ലാം ഓക്കെയാണ്. അൽഹംദുലില്ലാഹ് എല്ലാം ഓക്കെയാണ്. ഇക്ക പണ്ട് എന്തൊക്കെയോ ചെയ്തത് അതൊക്കെ ഇപ്പോഴും ഇക്ക ഓക്കെയാണ്. പക്ഷേ മറ്റുള്ളവർ പറയൂലേ ഇക്കാനെ അങ്ങനെ തോന്നൂലേ, അപ്പോഴാണ് നമുക്കൊരു ഫീൽ വരിക. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോയിൽ ഞാൻ കീമോ എന്ന് പറയുമ്പോൾ ഞാൻ ആ കീമോ തിങ്ക് ചെയ്തിട്ടില്ല പറയണത്. ഇക്കാക്കൊരു മെഡിസിൻ കഴിക്കുന്ന പോലെയാണ് ഞാൻ കീമോ എന്ന് പറയുന്നത്. പക്ഷേ ആൾക്കാർക്ക് അത് കീമോ എന്ന് പറയുമ്പോൾ ക്യാൻസർ കീമോ അങ്ങനത്തെ ഒരു രീതിയിൽ എടുക്കുന്നത്. നമുക്ക് ആ കീമോ ക്യാൻസർ എന്നുള്ള വാക്ക് ഇപ്പം യൂസ്ഡ് ആയതുകൊണ്ട് നമുക്കതൊരു വലിയ സംഭവമായിട്ട് എനിക്ക് അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് തോന്നുന്നില്ല, ഞാൻ തോന്നിക്കാറില്ല. അതാണ് സത്യം. ഓക്കെ, പക്ഷെ എന്ന് വെച്ചിട്ട് നമുക്ക് വിഷമമില്ല എന്നൊന്നുമില്ല, ടെൻഷൻ ഉണ്ടാവും. പക്ഷെ എനിക്ക് അറിയില്ല, എൻ്റെ മനസ്സിൽ അങ്ങനെ എനിക്ക് തോന്നിപ്പിക്കാറില്ല. പടച്ച റബ്ബ് തോന്നിപ്പിക്കാത്തതായിരിക്കും. അങ്ങനെ ടെൻഷനൊക്കെ ആയി നിൽക്കുന്ന ആളാണെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഇങ്ങനെ വ്ളോഗിട്ട് നടക്കുമോ, ഞാനിപ്പോൾ ഇങ്ങനെ ചിരിച്ച് നടക്കുമോ, ഇതൊക്കെ നമ്മളിപ്പോൾ ഈ കാണുന്നതൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റുമോ? നമ്മൾ ടെൻഷൻ അടിച്ച് ചാവില്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ നമുക്ക് ആ ചിന്തകൾ വരാണ്ടിരിക്കാൻ നമ്മൾ പ്രത്യേകം പടച്ചവനോട് ദുആ ചെയ്യണം. അടുത്തത് KAKKA കക്കക്ക്. ഇക്ക റൊമാൻറ്റിക് കുറച്ച് കുറവാണല്ലേ, ഐഷുവിന് റൊമാൻറ്റിക് ആവണമെന്നുണ്ട്. ക്യാമറ ഓൺ ആക്കുമ്പോഴാണ് അത് പറയാൻ പറ്റുന്നത്. ഓഫ്ലൈനിലാവുമ്പോൾ ഇക്കാക്ക് റൊമാൻറ്റിക് കാണുമ്പോൾ മടിയാവും, ഇതാകുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. പഠിച്ച നിങ്ങളുടെ ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞതിനുള്ള മറുപടിയാണ്. ആള് ക്യാമറയിൽ കാണുന്ന ആളല്ല, അത്രേ പറയുള്ളൂ. ഞാൻ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്ജക്റ്റിൽ നിന്ന് മാറുന്നു എന്ന് വിചാരിക്കും. സോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഓക്കെ, നേരത്തെ അതിന് മറുപടി തന്നല്ലോ. അവരെന്നെ വീണ്ടും കണ്ടന്റിന് പ്രയാസപ്പെടേണ്ട, ഒരു ദിവസം സോളാറിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരുപാട് ആളുകൾ അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരാണ്. അടുത്ത ദിവസം വീട്ടിലെ പെയിൻറ്റിങ് വർക്കാണെങ്കിൽ അത്. അങ്ങനെ വീട്ടിൽ നടക്കുന്ന ഓരോ വർക്കുകളും ഫുൾ പണി തീരുന്നത് വരെ അതുതന്നെ ഇഷ്ടം പോലെ കണ്ടന്റ് ഉണ്ടാവും. ഒരുപാട് പേർ നിങ്ങളുടെ വീഡിയോകൾ അഡിക്റ്റ് ആയിട്ടുള്ളവരാണ്. ഇപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന എല്ലാം കണ്ടന്റ് തന്നെയാണ്. ശരിയാണ്. അതായത് ചില വ്ളോഗേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്, ആരെയും മോശമാക്കി പറയല്ല കേട്ടോ, ഫസ്റ്റ് ഓഫ് ഓൾ പറയണം. ഒരു കണ്ടൻറ്റും ഇല്ലാണ്ട് ഒരു എന്തിനെങ്കിലും വേണ്ടിയിട്ട് അടിച്ചു പിരിഞ്ഞു, അവളെന്നെ കുറ്റപ്പെടുത്തി, ഇവളങ്ങോട്ട് പോയി, അവളിങ്ങോട്ട് വന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ല, ആരും കണ്ടിട്ടും പറയില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് ഒരു പ്രശ്നമാക്കി എടുക്കണ്ട. പക്ഷേ എനിക്കങ്ങനെ കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ വയ്യാഞ്ഞിട്ടാണ്. കാരണം ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അതന്നെ എത്രയോ കോണ്ടൻറ്റ്സ് ആക്കാം. ഞാൻ കീമോക്ക് പോകുന്നത് ഒരു കീമോ മീൻസ് അത് ഒരു ഉള്ളിലെ പ്രശ്നങ്ങൾ ഞാൻ പുറത്ത് ടൈറ്റിൽ കൊടുക്കാറില്ല. എനിക്കറിയാം ടൈറ്റിൽ അത് കൊടുത്താൽ നിങ്ങൾ എന്തായാലും വന്ന് കാണുന്നു, പക്ഷെ എനിക്ക് പേടി അങ്ങനെ കൊടുക്കാൻ. അതേപോലെ തന്നെ നമ്മളെ ഫാമിലിയിൽ എല്ലാവരും കാണുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ അടിച്ച് പിരിഞ്ഞു, അവൾ തെറ്റിപ്പോയി, ഇവളിങ്ങോട്ട് വന്നു, അവൾ അങ്ങോട്ട് പോയി, ഇന്ന് അമ്മായിമ്മയും മരോളും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. വീണ്ടും പറയണ, ആരെയും മോശമാക്കി പറയല്ല. അപ്പോൾ അങ്ങനത്തെ കോണ്ടൻറ്റ് കൊടുത്തിട്ട് കോണ്ടൻറ്റ് ചെയ്യണ്ട, എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മളുടെ മക്കളുടെ ഭാവി, ബാക്കി എല്ലാവരുടെയും ഭാവി നോക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ നമുക്കൊരു മോശമല്ല, അതൊക്കെ നാണക്കേടല്ലേ. പിന്നെ എൻ്റെ വീട്ടിലും ഇക്കാൻ്റെ വീട്ടിലും അവർക്കൊക്കെ ഒരു മോശമാക്കുന്ന രീതിയിലുള്ള കോണ്ടൻറ്റ്സ് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് നമ്മളുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അതായത് പണികളൊക്കെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് യൂസ്ഫുൾ അല്ലേ. കാരണം ഓരോ പണികളും നിങ്ങൾക്ക് മനസ്സിലാവും, കാണാൻ പറ്റും, അറിയാൻ പറ്റും. അയ്യോ, എനിക്ക് കുറേ കാര്യങ്ങൾ വേറെയും പറയാനുണ്ട്. നമ്മളെ വീട്ടിലെ കുറച്ച് ഇനി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്, ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സമയം വേണം എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ. സോളാറിനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സോളാറിൻ്റെ പറഞ്ഞിരുന്നല്ലോ, അത് ഞാൻ വിശദമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. കാരണം സോളാർ കൊണ്ടുള്ളൊരു ഉപയോഗം കുറച്ചൊന്നുമല്ല കേട്ടോ,
അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. ഈ ചൂടത്ത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അടുത്തതിലോട്ട് പോവാം. എന്തിനാണ് ആയിഷ തേങ്ങ പൊളിക്കാൻ അറിയില്ല പറഞ്ഞത്? ഇനി അറിയാത്ത കാര്യം അറിയാമെന്ന് പറയണം, അറിയുന്ന കാര്യം അറിയില്ല എന്ന് പറയണം. അപ്പോൾ ഒരുവിധം ആൾക്കാർക്കൊക്കെ സമാധാനമാവും. അല്ലെങ്കിൽ ഓരൊക്കെ BP കൂടി ടെൻഷൻ കൂടിട്ടോന്നും. ഫെബി സക്കീർ. ശരിയാണ്, അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറഞ്ഞതാണ് പ്രശ്നമായത്. അറിയുമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ റസീന സൈഫുദ്ദീൻ, പാവമിക്ക വല്ലാണ്ടായി, വയ്യാത്ത ആളിനെ കൊണ്ട് എന്തിനാ തേങ്ങ പൊളിപ്പിക്കുന്നത്? ബാക്കിയെല്ലാം ചെയ്യുന്ന ഒരു തേങ്ങ പൊളിക്കാനല്ലേ പാട്. നെഗറ്റീവ് അല്ല കേട്ടോ, ബാക്കിയെല്ലാം ചെയ്യെങ്കിൽ ഒരു തേങ്ങ പൊളിക്കാനാണോ പാട്? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഹസ്ബൻഡിന് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഇഷ്യൂസ് ഇല്ല, അൽഹംദുലില്ലാ. ഇനി ഇല്ലാണ്ടിരിക്കട്ടെ. എനിക്ക് പറയുമ്പോൾ ശരിക്കും ഒരു ടെൻഷനുണ്ട്. കാരണം ഒരു അസുഖമുള്ള ആൾ നമ്മൾ ഇല്ലയെന്ന് പറയുമ്പോൾ ആൾക്കാരുടെ മനസ്സിലൊരു ദേഷ്യവും വിദ്വേഷവും വന്നാൽ ഇനി വരുമോ എന്നുള്ള ടെൻഷനുണ്ട്. അപ്പം അതുകൊണ്ട് അൽഹംദുലില്ലാ ഇപ്പം ഇക്കാക്ക് അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. കീമോ എന്നുള്ളത് നമുക്ക് വരാണ്ടിരിക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇക്കാൻ അങ്ങനെ ഒരു അസുഖമുള്ളവരായിട്ട് പറയുന്നത് ഇഷ്ടമല്ല. എൻ്റെ ഹസ്ബൻഡിന് വയ്യ എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. സത്യം, എനിക്കിഷ്ടമല്ല. ചിലപ്പോൾ ഇക്കാക്കത് ഓക്കെ ആയിരിക്കും, പക്ഷേ എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം എന്താ പറയുക, ആൾ ടയേർഡാണ് അങ്ങനെ പറയണത് എനിക്കിഷ്ടമല്ല. അങ്ങനെയുള്ളത് ഞാൻ കാണിക്കാറുമില്ല. അങ്ങനെ കൂടുതൽ കീമോൻ്റെ സമയത്തുള്ള കാണിക്കാറുള്ള സമയത്തുള്ളതൊന്നും കാണിക്കാറില്ല. പിന്നെ ഞാനാണെങ്കിലും എത്ര ദിവസം ഞാനിവിടെ തല ഇറങ്ങി വീണിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോ? നമ്മൾ ഇക്കാക്ക് മാത്രമല്ല, എനിക്കും വയ്യായികളുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പം എന്താ പറയുക, വീഡിയോയിൽ കാണിച്ചിട്ട് വയ്യാണ്ട് ഇതാക്കണം. ഒരു ദിവസം ഞാൻ എണീക്കാൻ വയ്യാണ്ട് ഇവിടെ കിടന്നിട്ടുണ്ട്. അതൊക്കെ നമ്മളൊരു കോണ്ടൻ്റ് ആക്കി എടുക്കാന്ന് വെച്ചാൽ നടക്കണ കാര്യമില്ല. അപ്പം എനിക്ക് ചിലപ്പം ഇക്കനേക്കാളും വയ്യക ഉണ്ടാവും എനിക്ക്. അത് ഞാൻ ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളുടെ അകത്തൂടെ എന്താ പോകുന്നത്, ഇക്കാൻ്റെ അകത്തൂടെ എന്താ പോകുന്നത്, ഇക്കാൻ്റെ ശരീരത്തിൽ എന്താ ഉള്ളത്, എൻ്റെ ശരീരത്തിൽ എന്താ ഉള്ളത് എന്നൊക്കെ പഠിച്ച റബ്ബിനെ അറിയണ്ടാവുള്ളൂ. നമുക്കന്ന് ഫുള്ളായിട്ട് ഇപ്പം ഡോക്ടേഴ്സിനാണെങ്കിലും ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. ബാക്കിയൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് നല്ലപോലെ നടക്കുന്ന ഒരാൾ നാളെ പെട്ടെന്ന് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് മരിക്കുന്നില്ലേ? അപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആർക്കാ എന്താ പെട്ടെന്ന് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നമ്മളൊരു പ്രഡിക്ഷൻ ഇല്ലേ, ഇന്ന ആൾക്ക് ഇന്നത് വരും, അത് നമുക്ക് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. ഓക്കെ, ഒരാൾക്ക് വയ്യ അതുകൊണ്ട് അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്, അങ്ങനെയൊന്നും പറയരുത്. അവർക്ക് പറ്റണമെങ്കിലല്ലേ അവർ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണില്ലല്ലോ. അപ്പം എൻ്റെ കേസിൽ നിങ്ങൾ എന്തും പറഞ്ഞോളൂ. ഇതുപോലെ മറ്റുള്ളവരുടെ കേസിൽ തലയിടാണ്ടിരിക്കുക. അല്ല, വീണ്ടും തേങ്ങ പൊളിക്കണ കാര്യമാണ്. തേങ്ങ പൊളിക്കാൻ അറിയില്ല എന്നത് വലിയ കാര്യമായിട്ട് പറയേണ്ടതാണോ? ഏത് സാഹചര്യവും വരുമ്പോൾ പഠിക്കലാണ്. അറിയില്ല എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് എടുക്കരുത്. എൻ്റെ റബ്ബേ, എനിക്കറിയുന്ന അല്ലേ വേണ്ട, ഇതൊന്നും പറയുന്നില്ല. കമൻസിന് ഞാനിപ്പം വെറുതെ റിപ്ലൈ കൊടുത്തിട്ട് ഞാൻ തന്നെ വെറുതെ എന്തിനാ വടി കൊടുത്തിട്ട് അടി വാങ്ങിക്കുന്നത് അല്ലേ? സഹില MK, അവരുടെ ചിന്താഗതി ഒന്ന് മാറ്റണം. ഓക്കെ, അത്രേ പറയാനുള്ളൂ. നെഗറ്റീവായിട്ട് ഞാനും എടുക്കുന്നില്ല. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. നിങ്ങൾ ചിന്ത മാറ്റിപ്പിടിക്കുക. അതായത് തേങ്ങ പൊളിക്കലല്ല വലിയൊരു കാര്യം, അതിലും വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വിചാരിക്കും ആ ചെയ്ത ആൾക്ക് എന്തുകൊണ്ട് തേങ്ങ പൊളിക്കാൻ പഠിച്ചുകൂടിയെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ റീസൺ. എനിക്ക് അതിനുള്ള സാഹചര്യം വരുമ്പോൾ ഞാൻ പഠിക്കും. ഇപ്പോൾ ഞാൻ ഒരാളോട് ഏൽപ്പിച്ചു, അത്രേ ഉള്ളൂ. അറിയുന്ന ഒരാളെ ഏൽപ്പിച്ചു, അത്രേ ഉള്ളൂ. നമ്മളെപ്പോഴും ഒരുപോലെ ഇരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ക്യാൻസർ അസുഖമുള്ള ആൾ കുറച്ചെങ്കിലും സുഖമായിരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്. അവരനുഭവിക്കുന്ന വേദന സമയത്ത് നമ്മളും സങ്കടത്തിലാവും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ അവസ്ഥ ആരും ഷെയർ ചെയ്യില്ല. കാരണം നമ്മളെ കണ്ട് ആരും സങ്കടപ്പെടരുത് എന്നായിരിക്കും നമ്മൾ കരുതുന്നത്. ശരിയാട്ടോ, ഞാൻ ഇക്കാൻ്റെ ഒരുപാട് അവസ്ഥകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് കാണുമ്പോൾ, അത് നിങ്ങൾ കാണാത്തതുകൊണ്ടാണ് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമം. അപ്പം അത് കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ പറയുമോ ഇക്ക ബെറ്ററായിന്ന്. നമ്മൾ ഒറ്റയ്ക്ക് അത് കൈകാര്യം ചെയ്യും. അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ആർക്കും ആ രോഗം അള്ളാഹു കൊടുക്കാണ്ടിരിക്കട്ടെ. ഓക്കെ, സൈനബ് ശരിയാണ്. അല്ലാ, ഞാൻ കുറേ കമൻസിന് റിപ്ലൈ കൊടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാവും.
ഒരു രോഗം വന്നാലുള്ള സിറ്റുവേഷൻ തരണം ചെയ്യേണ്ട അവസ്ഥ വളരെ വലുതാണ്. രോഗിയേക്കാൾ കൂടുതൽ ജീവിക്കുന്ന ആൾ ആണ് അതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. വാശി, ദേഷ്യം, ടെൻഷൻ, ക്ഷീണം, ബോഡി പെയിൻ, ഇതിൻ്റെ എല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളിനേക്കാൾ കൂടെ നിൽക്കുന്ന ആൾ സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥ. അതിനിടയിൽ എല്ലാം ഏറ്റെടുത്ത് തൻ്റെ കുട്ടികളെയും ഭർത്താവിനെയും തൻ്റെ വീട്ടുകാരെയും സന്തോഷിപ്പിക്കാൻ എല്ലാ വേദനകളും ഉള്ളിൽ ഒതുക്കി നടക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ, അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ ആഴം മനസ്സിലാവൂ. ഹാപ്പി ആയിട്ട് തന്നെ ജീവിക്കാൻ ശ്രമിക്കുക. നിങ്ങളൊരു പ്രചോദനമാണ് എല്ലാവർക്കും. എ ഗ്രേറ്റ് പേഴ്സണാലിറ്റി. 45 ലൈക്ക് ഉണ്ട് അതിന്. ഫാസ്റ്റ് മ്യൂസിക്. ശരിക്കും എനിക്കിത് ഭയങ്കര സന്തോഷമായിട്ടോ. അതായത് ഒരുപാട് കമൻസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ കമൻസ് വായിക്കുമ്പോൾ എനിക്ക് ഞാനിങ്ങനെയാണല്ലോ എന്നൊരു തോട്ട് എനിക്ക് വന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ഇവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ, ആമീൻ. കാരണം നമുക്കൊരു ഒരു ഒരു എന്നെ നിങ്ങൾ സന്തോഷിപ്പിച്ചല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും ആ സന്തോഷിപ്പിക്കുന്ന ആൾക്ക് നല്ലത് വരുത്തട്ടെ. അങ്ങനെ ഞാൻ ചിന്തിക്കാറുള്ളൂ കേട്ടോ. നേരെ തിരിച്ച് മറ്റൊന്നും ചിന്തിക്കാറില്ല. അത് വിചാരിക്കേണ്ട, ഇപ്പോൾ നെഗറ്റീവ് പറയാൻ വിചാരിക്കേണ്ട. ഓക്കെ, സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. കാരണം നമ്മൾ അങ്ങനെയൊക്കെ ഒരു എൻ്റെ സിറ്റുവേഷനല്ല, ഇതുപോലെ സിറ്റുവേഷനിലുള്ളവർ കൂടെ നിൽക്കുന്ന ആൾ, ആ ഒരു വൈഫ്, അത് ചിലപ്പം അവർ എഡ്യൂക്കേറ്റഡ് ആവില്ല, അവർക്ക് വേറെ വരുമാനം ഉണ്ടാവില്ല, അവർ ഇത്രയും ആൾക്കാരുടെ ആ ഒരു ഇതൊക്കെ കേട്ട് ജീവിക്കേണ്ടി വരുമല്ലോ. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് വെച്ചേക്കുമ്പോൾ ഞാൻ ഭാഗ്യവതിയാണ്. കാരണം എനിക്കങ്ങനെ ആൾക്കാരുടെ അത് കേൾക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഭാര്യമാരുടെ കാര്യം ആലോചിച്ച് നോക്കും. അങ്ങനെ ഹസ്ബൻഡ് ട്രീറ്റ്മെൻറ്റുള്ളവരുടെ വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. തേങ്ങ ഇട്ടാൽ കൂടുതലുള്ളത് നമ്മൾ വിൽക്കുമല്ലോ, അപ്പോൾ അത് പൊളിക്കാൻ വരുന്നവരോട് നമുക്ക് വീട്ടിലേക്കെല്ലാം പൊളിച്ച് വെച്ചാൽ നല്ലതാണ്, അങ്ങനെ ചാക്കിൽ വെച്ചാൽ മതിയെന്ന്. അത് റംല അവരാണ് പറഞ്ഞിട്ടുള്ളത്. അത് എന്തായാലും ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഈ തേങ്ങ പൊളിക്കണ പ്രശ്നമില്ലല്ലോ, മറ്റേ കട്ട് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പം അങ്ങനെ വെച്ചാൽ എത്ര ദിവസം കേടാവേണ്ടിയിരിക്കും, അതും കൂടി ഒന്ന് പറയൂ കേട്ടോ അറിയുന്നവർ. ഐഷ, നിങ്ങൾക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ ചുരിദാർ ഇട്ടൂടെ? ഞാൻ ചുരിദാർ ഇട്ടിട്ടുള്ളത്, വീട്ടിൽ നിൽക്കുമ്പോൾ ചുരിദാർ ഇട്ടുന്നത്. വ്ളോഗ് ഇടുമ്പോൾ എന്താണെന്ന് അറിയാം ചുരിദാർ ഇടാത്തത്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ ചിലപ്പം പല ഭാഗങ്ങളും നമ്മളിത് കാണും. അപ്പോൾ നമുക്ക് ഫുൾ കവർ ചെയ്യാൻ പറ്റില്ല. ലൂസിലുള്ള ഡ്രസ്സ് ഇടുമ്പോൾ വ്ളോഗിന് സത്യം പറഞ്ഞാൽ വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഞാൻ ആ ഒരു അബായ ടൈപ്പ് മോഡസ്റ്റ് വെയർ ഇടുന്നത്. അല്ലാത്ത സമയത്ത് ഞാൻ ചിലപ്പം പാൻറ്റും ടോപ്പൊക്കെ അങ്ങനെയൊക്കെ ഇട്ട് നടക്കാറുണ്ട്. പക്ഷെ എനിക്ക് വീഡിയോയിൽ അങ്ങനെ ഇട്ട് നടക്കുമ്പോൾ ഞാൻ കംഫർട്ടബിൾ അല്ല, കുറേ ആൾക്കാർ കാണുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ ഇടുമ്പോൾ അങ്ങനെ നടക്കില്ല. ഇതിപ്പോൾ ഞാൻ ഇരുന്ന് സംസാരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഇതിൽ നിൽക്കുന്നത്. ഞാനിപ്പോൾ അങ്ങോട്ടോട്ട് നടക്കുന്നൊക്കെ ആണെങ്കിൽ നമ്മൾ പല ഭാഗങ്ങളും കാണും. എനിക്കത് കംഫർട്ടബിൾ അല്ല, അതുകൊണ്ടാണ്. കുറേ ആൾക്കാർ കാണുന്നതല്ലേ, ഇത് നമ്മൾ വീട്ടിലുള്ളവർ മാത്രമല്ല കാണുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. കുട്ടികളെ ചെറിയ പണികളൊക്കെ ഹെൽപ്പിന് വിളിച്ചൂടെ? ഫയസ് എൻ്റെ മക്കളെല്ലാവരും ചെയ്യാറുണ്ട്. ഈവൻ റൂഹി മോള് വരെ ഇവിടെ താഴെ പേപ്പർ പെറുക്കൂ, ഇലകൾ പെറുക്കൂ എന്ന് പറഞ്ഞാൽ അവൾ പെറുക്കാറുണ്ട് കേട്ടോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നല്ല മക്കളാണ് എല്ലാവരും. പിന്നെ ഹായ് ഐഷ, ഗോ ahead with your routine vlogs. It's better not to create a content for the sake of content. I like what you share within your household, especially kitchen works. I'm greatly inspired by your cooking since I used to be lethargic to it. But ever since I started watching you, I felt cooking and household works are nothing but love towards the family. You been an inspiration to me in so many ways. May God bless you. Thank you so much. ഇതിനൊന്നും വാക്കുകളില്ല. ദിവ്യ ജോയ് തെക്കേ വീട്ടിൽ, ഇങ്ങനത്തെ മെസ്സേജ് കേൾക്കുമ്പോഴേ വായിക്കുമ്പോഴേ ഒരു പ്രത്യേക ഒരു ഇൻസ്പിറേഷനാണ് എനിക്ക്. എന്താ പറയുക, വീണ്ടും വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് സത്യം. പിന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിലും ഒരു കമൻസിൻ്റെ റിപ്ലൈയിൽ ഞാൻ ഇവരുടെ മെസ്സേജ് വായിച്ചിട്ടുണ്ടായിരുന്നു. ലുലു ബുളുബ, ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. ഭയങ്കര കമൻസ്. ഞാൻ ഇവരെ ഹൈഡ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇനി ഇവരെനിക്ക് കമൻറ്റ് ഇടണ്ട. ഇങ്ങനത്തെ ആൾക്കാർ നമ്മൾ ഒഴിവാക്കണ്ടേ? വെറുതെ എന്തിനാണ് അവർ കമൻസ് വെച്ചിട്ട്? അത് ഒരു കമൻ്റ് അല്ല, എത്രയോ കമൻസ് ഇട്ടിട്ടുണ്ട്. ലുലു ബുളുബ ട്ടാ. അഭിനയം എന്ത് ഹസ്സായി, നാണക്കേടാണ് തേങ്ങ അറിയില്ല എന്ന് പറയുന്നത്. അഹങ്കാരി. അടുത്ത മെസ്സേജ്, കുറച്ച് ഗൾഫിൽ നിന്ന് വെച്ച് നീ അറബി ആവൂല, നിൻ്റെ ഹസ്സിനെ പോലെ ആവോ? നീ എന്താ അറബിയാണോ? നിൻ്റെ ഹസ്സിനെ പോലെ ആവോ? എൻ്റെ റബ്ബേ, എന്തൊരു അസൂയാണോ, എനിക്ക് വയ്യ, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്താ കുറച്ച് യു എയിൽ നിന്ന് വെച്ചിട്ട് നീ അറബി ആവൂല എന്ന്. ഞാൻ എങ്ങനെ യു എയിൽ നിന്നിട്ട് അറബി ആവും എന്നൊക്കെ പറഞ്ഞോ? നിങ്ങൾ ചിന്തിച്ചതാണ് തെറ്റായിപ്പോയത്. ഓക്കെ,
എന്തായാലും ലുലു ബുലൂബനെ ഞാൻ ഹൈഡ് ചെയ്ത് വെക്കാൻ പോവാണ്. നമുക്കിതിനെ വെറുതെ ഇങ്ങനെ ഉള്ള കമൻസൊക്കെ അല്ലേ. പിന്നെ വിചാരിക്കും അവരുടെ അന്ന് നിന്നോട്ടെ, ഇത്രയും കമൻസ് ഇട്ടില്ലേ, അപ്പോൾ എനിക്കല്ല നല്ലത്, അത്രയും റീച്ച് കൂടല്ലേ അല്ലേ, അവിടെ നിന്നോട്ടല്ലേ. ഹൈഡ് ചെയ്യുന്നില്ല, നിങ്ങൾ ഇട്ടോട്ടെ കമൻസ് തന്നെയും. തേങ്ങ പൊളിക്കാൻ ആയിഷക്കറിയാം, പിന്നെ ഒരു ഡിമാൻഡിന് പറയുന്നതാണ് കമൻറ്റോളികളെ. അച്ചാസ് അങ്ങനെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. എനിക്കിപ്പോൾ ഒരു വെയിറ്റ് ഇട്ടിട്ട് തേങ്ങ പൊളിക്കാൻ അറിയില്ല, കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ചെയ്യാറില്ല കേട്ടോ. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അത്രേ ഉള്ളൂ. ഞാനങ്ങനെ വെറുതെ അങ്ങനെ ഇല്ലാത്ത കാര്യം ഉണ്ട്, അറിയുന്ന കാര്യം അറിയില്ല എന്ന് പറഞ്ഞിട്ടോ അറിയാത്ത കാര്യം അറിയുമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ നിൽക്കാറില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിലും നമുക്ക് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, എനിക്ക് ഒരുപാട് ഉമ്മമാർ, താത്തമാർ, അനിയത്തിമാരൊക്കെ കാണുന്നുണ്ട് എൻ്റെ വീഡിയോസ്. അവരുടെ സപ്പോർട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ വെറുതെ ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞിട്ട് എനിക്ക് റീച്ച് കൂടേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഐഷ, ഞാൻ കുറേ കാലമായി ഐഷൻ്റെ വീഡിയോ കാണുന്ന ആളാണ്. കമൻറ്റ്സ് ഒന്നും ഇടാറില്ല. തൽക്കാലം ഒന്ന് ഫ്രീ ആവുന്നത് വരെ ഇങ്ങനെയുള്ള റിയൽ ലൈഫ് വീഡിയോസ് ഇട്ടാൽ മതി. ഷമീറ കൊടിത്തൊടിക. സത്യം, ഇൻഷാല്ല, സന്തോഷം അത് കേൾക്കുമ്പോൾ. കാരണം നമ്മൾ ഒന്ന് സെറ്റാവാൻ ടൈം എടുക്കുമല്ലോ പുതിയ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അത് സെറ്റാവുന്ന വരെ ഞാൻ ഇങ്ങനെയുള്ള ഒരു റിയൽ ആയിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനത്തെ കമൻസിന് റിപ്ലൈയും കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കേൾക്കാൻ രസം ഉണ്ടാവില്ലേ. ഇത് നോക്കാം നമുക്ക് എങ്ങനെ ആൾക്കാർ പ്രതികരിക്കുന്നു എന്നുള്ളത്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് മറന്നുപോയതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ കമൻസ് റിപ്ലൈ. പിന്നെ ഇക്കാനെ കുറേ വിളിച്ച്, അപ്പോൾ ഇക്ക വന്നില്ല. ഞാൻ ഇക്കാനെ കൊണ്ടൊരു വീഡിയോ ചെയ്യിപ്പിക്കണം വിചാരിക്കുന്നുണ്ട്. ഇക്കാൻ്റെ ഒരു റിയൽ സ്റ്റോറി, ഇക്ക എങ്ങനെയാണ്, ഇക്കാൻ്റെ പേഴ്സണാലിറ്റി എങ്ങനെയാണ്, ഇക്കാക്ക് ഞാൻ എങ്ങനെയാണ്, അതൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ നിങ്ങൾ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് സമ്മതിച്ചിട്ടില്ല. സമ്മതിപ്പിച്ച് നോക്കട്ടെ, രസം ഉണ്ടാവില്ലേ. ഇക്കാക്ക് എന്നെ പറ്റിയിട്ട് ഇക്കൊക്കെ എന്താ പറയാനുള്ളതെന്നൊക്കെ പറയുമല്ലോ, എനിക്കും കേൾക്കാമല്ലോ. ഓക്കെ, സത്യം പറഞ്ഞാൽ എന്നെ ഇവിടെ ഇക്ക പുകഴ്ത്തി പറയാറേ ഇല്ല. ഇപ്പം നമ്മുടെ വ്യൂവേഴ്സിൽ കുറേ ആൾക്കാർ പുകഴ്ത്തി പറയാമെന്നല്ലാണ്ട് എനിക്ക് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു കാര്യം പുകഴ്ത്തി പറയാറില്ല. നെഗറ്റീവ്സ് പറയും കേട്ടോ, പോസിറ്റീവ്സ് ഒന്നും പറയാറില്ല. അപ്പോൾ എനിക്കും കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കാം. അപ്പോൾ ഇക്കതിനുള്ള റിപ്ലൈ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്കും കേൾക്കാമല്ലോ എന്തൊക്കെയാണ് പറയണം എന്നുള്ളത്. ഞാൻ ബിഹൈൻഡ് ദ ക്യാമറ നിന്നോളാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.